പപ്പൻ ഇടിക്കുള റെക്സ് മുന്ന 14 വർഷങ്ങൾക്ക് മുൻപ് മഹാരാജാസ് കോളേജിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കിയ 4 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ജീവിതത്തിന്റെ പല കോണുകളിലേക്ക് വഴിപിരിഞ്ഞ ഇവർ വീണ്ടും ഒത്തുകൂടുകയാണ്. പപ്പൻ മുൻകൈയെടുത്താണ് സംഗമം. വീണ്ടും ക്യാമ്പസ് ലഹരിയിലേക്ക് മടങ്ങണമെന്ന് പപ്പൻ സുഹൃത്തുക്കളോട് പറയുന്നു. അങ്ങനെ 14 വർഷം മുൻപ് പടിയിറങ്ങിയ കലാലയത്തിലേക്ക് അവർ മടങ്ങിയെത്തുന്നു. ക്യാമ്പസിന്റെ രൂപമാറ്റങ്ങൾക്കൊപ്പം ഈ സീനിയേഴ്സും മാറുകയാണ്. ഇവരുടെ സഹപാഠിയും 4 സംഘത്തിൽ ഒരാളുടെ പ്രണയിനിയുമായ ഇന്ദുലേഖ മഹാരാജാസിൽ ഇന്ന് ലെക്ചററാണ്. ആർക്കും അറിയാത്ത ഒരു ലക്ഷ്യം ഇവരുടെ മടങ്ങിവരവിനുണ്ടായിരുന്നു. ഈ സസ്പെൻസിലേക്കാണ് വൈശാഖ് സീനിയേഴ്സുമായി വരുന്നത്. സച്ചി സേതു ടീമാണ് വീണ്ടും കലാലയ ലഹരിയിലേക്ക് കഥ പറഞ്ഞെത്തുന്നത്. PG കോഴ്സിന് ചേർന്ന 4 സംഘത്തിന് തലവേദന തീർക്കാൻ ജെനി എന്ന പെൺകുട്ടിയുമുണ്ടായിരുന്നു. രസകരമായ കഥാ പശ്ചാത്തലമാണെങ്കിലും സസ്പെൻസ് ത്രില്ലർ ശ്രേണിയിലുള്ള ചിത്രമാണ് സീനിയേഴ്സ്. നമ്മൾ 4 പേരും കൂടി വീണ്ടും പഠിക്കാൻ പോകുന്നു PGക്ക് അതേ കോളേജിൽ. ദൈവമേ, നീയൊക്കെ പഠിക്കാനോ? ഞാൻ കരുതി നീയൊക്കെ പഠിച്ചൊരു നിലയിലെത്തിയിട്ടുണ്ടാവും. എന്തിന്റെ സൂക്കലാണ് നിനക്കൊക്കെ? ഇതൊക്കെ ഏതാണോന്നറിയാതെ മെന്തിക്ക് നിന്റെ ജീവപര്യന്തമൊക്കെ കഴിഞ്ഞു. ബലാത്സംഗമൊന്നുമല്ല, ചെറിയ കൊലപാതകം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യം തേടിയുള്ള യാത്ര കൂടിയാണ് ചിത്രം. പപ്പൻ, റെക്സ്, ഇടിക്കുള, മുന്ന എന്നിവരെ ജയറാം, കുഞ്ചേക്ക ബോബൻ, ബിജു മേനോൻ, മനോജ് കെ ജയൻ എന്നിവർ അവതരിപ്പിക്കുന്നു. ഇന്ദുലേഖയായി പത്മപ്രിയയും ജെനിയായി അനന്യയും വേഷമിടുന്നു. രഹസ്യയുടെ ഒരു ഐറ്റം സോങ്ങും ചിത്രത്തിലുണ്ട്. സിദ്ദിഖ്, വിജയരാഘവൻ, സുരാജ് വെഞ്ഞാറമൂട്, ശ്രീജിത്ത് രവി, ജ്യോതിർമയി എന്നിവരും സീനിയേഴ്സിൽ കഥാപാത്രങ്ങളാണ്. ഷാജിയാണ് ക്യാമറ. വൈശാഖ് ഫിലിംസിന് വേണ്ടി രാജനാണ് നിർമ്മാണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.